ഇതല്ലല്ലേ തിരുത്തുന്നത്? ഞാൻ പറഞ്ഞതൊക്കെയാ തിരുത്തേണ്ടത്, ഒക്കെ തിരുത്തും. CPM പ്രാദേശികം മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഏതെല്ലാം മേഖലയിൽ തിരുത്തേണ്ടതുണ്ടോ അതൊക്കെ തിരുത്തി മുമ്പോട്ടേക്ക് പോകാൻ. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതിൽ തന്നെ വളരെ വ്യക്തമാണ്. അത് വേറെ ക്ലാസ് തന്നെ സംഘടിപ്പിക്കാം. അത് ഏത് തരത്തിലും സംഘടന ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുകയല്ലേ. ഏതെങ്കിലും ഒന്നിന് മാത്രം മുഴുവൻ വീഴ്ച, മറ്റൊന്നിന് ഒരു വീഴ്ചയില്ലാതിരിക്കുക എന്നുള്ള നില ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നില വീഴ്ച ഉണ്ടാവുമ്പോൾ എല്ലാ തലങ്ങളിലും പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ വരുത്തി മുന്നോട്ടേക്ക് പോകുമെന്നാണ് അതിൻ്റെ കൃത്യമായ അർത്ഥം. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നേരത്തെ അവരാ കള്ളപ്രചാര വേല നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇപ്പം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാ മറ്റോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന പോർട്ടൽ എവിടുത്തെ അടുത്ത വർഷം മണി കിട്ടാനാണ്? പെരിയ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞതിനകത്തുണ്ടത്. അതൊക്കെ നേരത്തെ ഞാൻ വിശദീകരിക്കുകയാണ്. ഇനി ഓരോന്നും വിശദീകരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്താ പറഞ്ഞ എന്താണ്? ആക്കി ഉപയോഗിച്ചിട്ടുണ്ട്, മാത്രമേ ആയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്നാ? ആണോ? അങ്ങനെയാണോ? അല്ല, അങ്ങനെയല്ല അർത്ഥം. തുറന്നിട്ട് തന്നെയാ ഇപ്പൊ പറഞ്ഞത് മുഴുവൻ. ഇനി കൂട്ടി വെച്ച് പറഞ്ഞിട്ടൊന്നുമില്ല. അവരെ പ്രചരണത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ തിരിച്ചടിയായി ഞാൻ പറഞ്ഞിട്ടില്ല. അവരുടെ പ്രചരണം പല മേഖലയിലും അവര് ശക്തിയായി ഉപയോഗിച്ചിട്ടുണ്ട്, അതാ ഞാൻ പറഞ്ഞത്. അത് വിട്ടേ, ഞാൻ അതിന്റെ പേരെ കളിച്ച് ചേരില്ല. രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. മതപരമായ കാഴ്ചപ്പാട്, വിശ്വാസം ഒക്കെ രാഷ്ട്രീയമായ ആയുധമാക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. അത് വർഗീയതയാണ്, അതാ ഞാൻ പറഞ്ഞത്. അതിനാണ് വർഗീയത എന്ന് പറയാം. പാർട്ടി പോകുന്ന ഘട്ടത്തിന് മുമ്പ് ഭാഷ പറഞ്ഞ ഇതേ ഉത്തരങ്ങൾ തന്നെയായിരുന്നു. 3 ദിവസത്തെ പാർട്ടി കമ്മിറ്റി കഴിഞ്ഞു, ഇപ്പൊ വിലയിരുത്തലുണ്ടായി. അതിനകത്ത് എന്താണ് ശബരിമല സ്വർണ്ണക്കൊള്ള ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ ഇല്ലയോ? അത് ഞാൻ നേരത്തെ പറഞ്ഞതിലുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഉരുണ്ടില്ല. നിങ്ങൾക്ക് എപ്പോഴും ഇമാതിരിയുള്ള കുറെ പദപ്രയോഗങ്ങളുണ്ട്. ഞങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്കത് ഉരുളലാണ്. വി ഡി സതീശൻ മറ്റേ RS എന്ന് പേര് പറയാതിരുന്നാൽ അത് വി ഡി സതീശൻ്റെ ഒരു മെറിറ്റാണ്. ഇതാണ് ഈ മാധ്യമങ്ങളുടെ ഒരു വർഗീയ വിരുദ്ധ നിലപാടിന്റെ സ്ഥാനത്ത് വരുന്ന വർഗീയപരമായ പ്രചരണം. നിങ്ങളുടെ പ്രചരണം, അത് നിങ്ങളുടെ പ്രചരണമാണ്. നിങ്ങൾക്ക് കുറച്ച് വ്യക്തത കുറവുണ്ടാവും. അത് ഞാൻ പറഞ്ഞതിൽ എനിക്ക് വ്യക്തതയുണ്ട്, പാർട്ടിക്കും വ്യക്തതയുണ്ട്. ഞാൻ പറഞ്ഞതിൽ അല്ല, അതിലൊക്കെ ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിക്കും. അതിനെന്താ നിങ്ങൾക്ക് സംശയമുള്ളത്? ഞങ്ങൾ ജനങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതും കൂടി വിശദീകരിച്ചുകൊണ്ടല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തുമ്പോൾ കഴിഞ്ഞത്. നല്ല രീതിയിലുള്ള മുന്നേറ്റമല്ലേ ഉണ്ടായത്? ചെറിയ മുന്നേറ്റമൊന്നുമല്ല. ഞങ്ങൾ എത്രയോ താഴത്താണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്നാണ് 10-17 ലക്ഷം വോട്ടിന്റെ മുന്നിലേക്ക് കുതിച്ചത്. വെറുതെ ഒന്നതല്ല അത്. അതാണ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നടപടി എടുക്കുക എന്ന് പറയുന്നത് സംഘടനാപരമായൊരു ചുമതല മാത്രമാണ്. അവർ ജനപ്രതിനിധികളൊന്നുമല്ല, അവർ സാധാരണ രീതിയിലുള്ള പാർട്ടി പ്രവർത്തകരാണ്. അതിൽ പ്രധാനപ്പെട്ട പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ പത്മകുമാർ തന്നെയാണ്. പത്മകുമാറിൻ്റെ പേരിൽ നടപടി എടുക്കണമെങ്കിൽ 2 കാര്യം സംബന്ധിച്ച് വ്യക്തത വേണം. നിങ്ങൾക്ക് നല്ലതുപോലെ പറയാൻ, പ്രചരണം നടത്താൻ ഞങ്ങളൊരു നടപടി ഉണ്ടായാൽ സ്വർണ്ണക്കൊള്ളക്ക് പാർട്ടി നടപടി എന്ന ഹെഡിങ്ങാണ് നിങ്ങൾ ബാനറായിട്ട് വരിക. ഞങ്ങളത് ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്താ അറിയോ? 2 കാരണം കൊണ്ടാണ്. ഞാൻ പറയാം ഓരോന്നായിട്ട്. ഒന്നാമത്തെ കാര്യം, ഈ കൊള്ളയുമായി ഇവർക്ക് എന്താണ് ബന്ധം എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയണം. അത് ഇതുവരെ തിരിച്ചറിയണ്ടില്ല. ആർക്കും ഇല്ല, നിങ്ങൾക്കും ഇല്ല, എനിക്കും ഇല്ല. 2, കാര്യം, ഇത് കൊള്ളയുടെ ഭാഗമല്ല എങ്കിലും അതിൻ്റെ അകത്ത് നോട്ടക്കുറവുണ്ടായോ അല്ലെങ്കിൽ ഗൗരവക്കുറവുണ്ടായോ എന്നുള്ള കാര്യം രണ്ടാമതൊരു ഭാഗമുണ്ട്. ഇതിലേതാ എന്നുള്ളതിനെ സംബന്ധിച്ച് ചാർജ് ഷീറ്റ് കൊടുക്കുമ്പോൾ മാത്രമേ മനസ്സിലാക്കാനാവുള്ളൂ. ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതില്ല. അത് കൊടുത്തു കഴിയുമ്പോൾ ഞങ്ങൾക്ക് വകതിരിവോടെ കൃത്യമായ നിലപാട് സ്വീകരിക്കാം. ആ നിലപാടേ പാർട്ടി സ്വീകരിക്കുള്ളൂ. ആര് എന്തെല്ലാം പറഞ്ഞിട്ടും
ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ ഞാൻ തന്നെ പത്രസമ്മേളനം നടത്തിയപ്പോൾ 4 പ്രാവശ്യം നിങ്ങൾ ഞാൻ പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലും വ്യാഖ്യാനിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞത് അന്നും ഇന്നും ഒന്നാണ്. ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. ആരാണോ ഉത്തരവാദി അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല. ഇതന്നും പറഞ്ഞത് ഇന്നും തന്നെയാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് ക്ലിയറായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങൾ ഉൾപ്പെടെ ചേർത്ത് ഏതാണ് എന്ന് തിരിച്ചറിവോടെ ആവശ്യമായ സംഘടനാ നിലപാട് CPIM സ്വീകരിക്കും. അതിലാണ് വ്യക്തതയോടുകൂടി ഞാനിപ്പം പറയുന്നത്. അതിന്റെ ഹെഡിങ്ങല്ല നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞ കുഴപ്പമില്ല, ഞങ്ങൾ അഴിവെടുത്തില്ലല്ലോ. നിങ്ങളെ പ്രചരണമല്ലേ ഇത്? അത് നിങ്ങളെ പ്രചരണമല്ലേ. ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ട് പ്രചരണം നടത്താൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടില്ലല്ലോ. അതാ കാര്യം. അത്രയേ ഉള്ളൂ. പറഞ്ഞു അത് നിങ്ങൾ പറഞ്ഞോ. നിങ്ങൾ ഇത്രയോ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ ഇത്രയും കാലം? ആ പറഞ്ഞിട്ട് ഞങ്ങളെന്താ വേറെ ഒന്നും പറഞ്ഞോ? ഞങ്ങൾ കൃത്യമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ നിലപാടിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ അന്നും നിന്നു, ഇന്നും നിന്നു, നാളെ അതിനേക്കും. നിങ്ങൾക്ക് വേണ്ടത് എന്താ പറഞ്ഞാൽ ഓരോരോ സന്ദർഭത്തിൽ നിങ്ങൾക്ക് ഓരോരോ വാർത്തയാണ്. അതിന് വഴങ്ങി മാധ്യമങ്ങളുടെ വഴിയിലൂടെ പോയി നിലപാടും നടപടിയും സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM എന്ന് നിങ്ങൾ ധരിക്കാൻ പാടില്ല. അങ്ങനെ ധാരണ വേണ്ട. ആ ധാരണ മാറ്റിയാൽ മതി. നടപടി ഞങ്ങളെ സംബന്ധിച്ച് സംഘടനാ നടപടി എപ്പോൾ വേണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുക. ജനങ്ങൾ കുറ്റമൊന്നും ഉണ്ടായില്ല. ജനങ്ങൾ കുറ്റം ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. നിങ്ങൾ ചെയ്ത കുറ്റത്തിന് അവരെ പറയുന്നത് എന്തിനാ? നിങ്ങളല്ലേ ആ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാരിലെ സമരങ്ങള് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായത്? അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് തിരുത്തുന്നതിനെ പറ്റിയെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് അമിത ആത്മവിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘടനാപരമായിട്ട് ദൗർബല്യത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഓരോ തലത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വേറെന്തോ ശ്രദ്ധിച്ച് നടന്നുകൊണ്ടാണ് അസ്ലാമായിരുന്നത്. ഒക്കെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന്റെ മാഷിന്റെ ഭാഷ പറഞ്ഞാൽ കള്ളപ്രചാരകരം അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവും കുറച്ചൊക്കെ. അല്ല, അത് എത്രത്തോളം എന്നുള്ളത് ഇപ്പം ഞാൻ പറയുന്നില്ല. ഏതാണ്ട് ഞാൻ പറഞ്ഞില്ല, അവരാഗ്രഹിച്ചതുപോലെ നടന്നില്ല എന്നാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ അങ്ങനെ പറയിപ്പിക്കണ്ട എന്നെ കൊണ്ട്. നിങ്ങൾക്ക് എഴുതിക്കോ, നിങ്ങൾ എഴുതുന്നത് എഴുതിക്കോ. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അകത്താണ് കുറച്ച് നിൽക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യം സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPM-നെതിരായിട്ട് പ്രചാരവേലകൾ നടത്തിയിട്ടുണ്ട്. നിങ്ങളും നടത്തിയിട്ടുണ്ട്, പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ അവരാഗ്രഹിച്ചതുപോലെ അതിൽ നേട്ടമുണ്ടാക്കാൻ അവർക്കായിട്ടില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത്. എന്ന് അതിന്റെ അർത്ഥം തന്നെയല്ലേ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അത് പ്രതിരോധിച്ചാൽ പിന്നെ ഇപ്പൊ ഇതല്ലല്ലോ സംഭവം ഉണ്ടാക്കുക. അതല്ലേ ഞങ്ങൾ വീക്കൻസ് ആയി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. പ്രതിരോധം മുഴുവൻ നടത്തിയത് കൊണ്ടല്ലേ ഇങ്ങനെയെങ്കിലും നിൽക്കുന്നത്. ഇല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റുമോ? ആ സംശയത്തോട് തീർക്കാം. കൊള്ള ഉണ്ടായതാണ്, കൊള്ള നടത്തിയതാണ്. ആര്? ഏപ്രിൽ 3-നെതിരെയും അതോടൊപ്പം തന്നെ വാസുവിനെതിരെയും ഉള്ള ഒരു നടപടി പാർട്ടി എടുത്തിരുന്നെങ്കിൽ അവർ കുറ്റക്കാരനെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്താൽ പോയി. അത് നിങ്ങൾ കാത്തിരുന്നോന്ന് ഞാൻ പറഞ്ഞില്ലേ. അതിന് അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കൊടുക്കാൻ പോകല്ലേ. റിപ്പോർട്ട് കൊടുത്താൽ അപ്പോൾ തന്നെ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാവും. കാര്യം മനസ്സിലായാൽ അപ്പം ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അത്രേ ഉള്ളൂ. ബാധിക്കുന്ന പ്രശ്നമാണ്. എന്ത് വഴി കൊടുക്കുന്നത്? നിങ്ങളെ ഓരോ ഭാഷ നിങ്ങൾ ഓരോരുത്തരും ഓരോ ഭാഷ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ എന്ത് വടി കൊടുത്തു എന്നാണ് പറയുന്നത്? ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു തരത്തിലുള്ള ഭയവും ഇല്ല. തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും സംരക്ഷിക്കില്ല എന്ന് പാർട്ടി അന്നേ പറഞ്ഞു. SIT അന്വേഷണം വേണമെന്ന് പറഞ്ഞത് പാർട്ടിയാണ്. ഞങ്ങൾക്ക് എന്താ ഉള്ളത്? അതിനെ നിങ്ങൾ വക്രീകരിച്ച് വർഗീയമായ ചുവയോടുകൂടി വളരെ ശക്തമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കുന്ന ആശയ ശൃംഖലയായിരുന്നു നിങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൈകാര്യം ചെയ്യപ്പെട്ടത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. ആ നടപടി എടുത്താൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ നടത്തും. അതിന് നിങ്ങളെ പറ്റി മനസ്സിലായിട്ടില്ല നമുക്ക്.
ഓ, അതാ നിങ്ങൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. അത് നടപടി എടുത്തതിന്റെ ഭാഗമായിട്ട് വിശദീകരിക്കും, നടപടി എടുത്തില്ലെങ്കിൽ നടപടി എടുക്കാതിനെ പറ്റി വിശദീകരിക്കും. രണ്ടും നടത്തും വിശദീകരണം നടത്തുന്ന ആയിരിക്കും അറിയാതെ. അത് സ്ഥിരം നിങ്ങളുടെ ഏർപ്പാടല്ലേ. ഓ, ഇത് മെച്ചപ്പെട്ട ഭരണമായിരുന്നു എന്നാണ് പുതിയ അഭിപ്രായം. ഇനിയുള്ള മാസവും അത് തന്നെയാണ്. മെച്ചപ്പെടുത്താൻ ആവശ്യമായ കാര്യം എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കും.